ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇവിടുത്തെ ഒരു കോവിലിലെ ഒരു പരിപാടി സപ്താഹം എന്നാണ് അതിൻ്റെ പേര്. അപ്പം 10 ദിവസത്തെ പരിപാടിയാണ്. അപ്പം ഇന്ന് ആദ്യത്തെ ദിവസവും ഇന്നെന്തോ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളും. അപ്പം നമ്മൾ അതിനു വേണ്ടി പോവുകയാണ്. പട്ടുപാവടയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് വെച്ചാൽ ഇതിൽ ആഡ് ചെയ്യാം. എനിക്ക് ചിലപ്പം അതിൽ വോയിസ് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ എനിക്ക് വോയിസ് കയറ്റേണ്ടി വരും. അപ്പം ഇപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മൾ കോവിലോട്ട് പോയി. കോവിൽ ഞാൻ പറഞ്ഞല്ലോ സപ്താഹത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ദിവസം ഈ ദീപം കൊളുത്തിയാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനുണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു, ചേച്ചി മാമിയൊന്നും ഇല്ലായിരുന്നു, പിന്നെ അമ്മ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ മരിച്ചിരുന്ന് വീഡിയോസ് എടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മയുടെ ഒരു പുച്ഛമായ നോട്ടം, ഇത് തന്നെ എപ്പോഴും പണി എന്നാണ് അമ്മയുടെ ആ നോട്ടത്തിലുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കോവിലിൽ നിന്ന് ഇറങ്ങി നമ്മൾ വരുന്ന അതിഥിയെ വിളക്ക് ഇതൊക്കെ കൊളുത്തിയാണ് സ്വീകരിക്കുന്നത്. ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈവനിങ് ആയതുകൊണ്ട് അത്യാവശ്യം ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. അദ്ദേഹം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു വലിയൊരു വ്യക്തിയാണ്. പേര് ഞാൻ തപ്പിയിട്ട് ഇവിടെ ഒന്നും കിട്ടിയില്ല, നോട്ടീസിലൊന്നും പേര് കൊടുത്തിട്ടില്ലായിരുന്നു. അതാണ് ഞാൻ പേര് പറയാത്തത്. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹം വന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കോവിലോട്ട് പോയി. കോവിൽ ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രം, അവിടെ വിഷ്ണുവിൻ്റെയും ദേവിയുടെയും പ്രതിഷ്ഠയാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് നേരെ വിഷ്ണുവിനെ കണ്ടു. അവിടെ പോയിട്ട് ചെറിയ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം അത്രയും ഒരു പുണ്യമായിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ടാണ് കോവിലിൻ്റെ അകത്ത് കയറാനും എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവർക്കും പൂജ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അമ്പലത്തിൽ. അദ്ദേഹം കയറി ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം താഴെ ഞങ്ങളവിടെ വിഷ്ണുവിനെ പറഞ്ഞാൽ വിഷ്ണുവും ദേവിയും ഉണ്ട്. അപ്പോൾ ദേവിയുടെ നടയിലോട്ടും പോവുകയാണ്. അങ്ങനെ ഇതെല്ലാം കമ്മിറ്റിക്കാരാണ്. എൻ്റെ അച്ഛനും ഉണ്ട് കമ്മിറ്റിയിൽ. ഇപ്പോൾ 24 മണിക്കൂറും കോവിലിലാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മൾ സപ്താഹം നടത്തുന്ന പന്തലിലോട്ട് പോവുകയാണ്. അവിടെ വെച്ച് കുറച്ച് പ്രഭാഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം, അത് തന്നെ ഒരു വലിയൊരു പുണ്യമാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ആദ്യം ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ മുതലാണ് നമുക്ക് സപ്താഹം സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ആളാണ് വന്നത്. ഈ തവണയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഓരോരുത്തരെ അനുമോദിക്കണം. കാരണം വന്ന് പ്രഭാഷണം നടത്തുന്നവരേക്ക് ചെറുതായിട്ടൊരു അനുമോദനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഈ കമ്മിറ്റിയിലുള്ള എന്ന് വെച്ചാൽ കോവിലിലെ കമ്മിറ്റിയിലുള്ള അംഗങ്ങളെല്ലാവരും അനുഗ്രഹം വാങ്ങുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കോവിൽ മെമ്പേഴ്സ് മാത്രം. അത് കഴിഞ്ഞിട്ട് കോവിലിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ അനുഗ്രഹം കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അനുഗ്രഹം വാങ്ങുന്ന ടൈമിലുള്ള വീഡിയോസ് എടുക്കാൻ നോക്കി, പക്ഷേ കിട്ടിയത് അത്ര ക്ലിയർ ഇല്ലായിരുന്നു. അതാണ് ഞാൻ അതിൽ ആഡാക്കാത്തത്. ഇവരെല്ലാവരും ഒരു 10-20 പേരുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ അനുഗ്രഹവും കാര്യങ്ങളും വാങ്ങണം. അദ്ദേഹത്തിന് തൊടാനൊന്നും പറ്റില്ല. അത് നേരത്തെ ഒരിതുണ്ടായിരുന്നു, തൊട്ടാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഇത്. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം അനുഗ്രഹം വാങ്ങുന്നൊരു സംഭവമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത്രയും കുറേ നേരമൊന്നും ഇരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി. ഇതിപ്പോൾ 10 അവതാരങ്ങളാണ്. അപ്പോൾ ഈ 10 അവതാരത്തിനെ കുറിച്ച് പുരോഹിതൻ വന്ന് നമുക്ക് കഥപ്രഭാഷണം നടത്തിത്തരും. ചിലവർക്ക് മനസ്സിലാവും, ചിലവർക്ക് മനസ്സിലാവില്ല. എനിക്ക് പ്രഭാഷണം പറയണത് കേട്ടാൽ അത് മനസ്സിലാവും. അത് കഴിഞ്ഞ് വൈകിട്ടല്ല രാത്രിയായപ്പം പിന്നെ തേരാപ്പാര നടപ്പ്, അത് തന്നെ പരിപാടി. അതാണല്ലോ നമുക്ക് എന്തെങ്കിലും കോവിലിംഗ് പരിപാടി വന്നാൽ പിന്നെ അതാണല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.